എല്ലാവർക്കും അശോകയിലേക്ക് വെൽക്കം. ഇന്നത്തെ നമ്മളുടെ വിശേഷം വന്നിട്ട് സൗദിയിൽ പള്ളിയിലെ കാഴ്ചകൾ കേട്ടോ. ഇതൊരു പഴയ കാലത്തൊരു പള്ളിയാണ്. പിന്നെ ഈ മൈക്കിൻ്റെ മിനാരം കണ്ടറിയാം. പിന്നെ ഇതിൻ്റെ ഈ ഡോറും പിന്നെ ഇതിൻ്റെ ഒരുക്കും. പിന്നെ ഇത് വന്നിട്ട് എന്തോ റമദാൻ മാസത്ത് ഈ സൗദികളൊക്കെ ഇവിടെ നിസ്കരിക്കുക. ഈ കല്ലിൽ ഇതിനായിട്ട് ഉണ്ടാക്കിയ സ്ഥലമാണ്. എല്ലാ പള്ളിക്കും ഇതുപോലെ ഇതുണ്ടാവും, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടുണ്ടാവും. അവിടെ ഇമാമ്, ഇവിടെ ബാക്കിയുള്ളവർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫർസയും ഇവിടെ കൊടുത്തു കിട്ടും. ഫർസ പറഞ്ഞ മുസല്ല വലുതുണ്ടാവുക നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിന്ന് ഈ പള്ളീൻ്റെ ഇത് നോക്കാം. പിന്നെ ഈ ഡോറ് ദൂരി വെച്ച് കേട്ടോ. ഇതിൻ്റെ ഇതാണ് പഴയ പള്ളി. പഴയ പള്ളി പറഞ്ഞാൽ ഇവിടെ റമദാൻ മാസത്ത് നിസ്കരിക്കുന്നത്. ആ കാണുന്നത് വന്നിട്ട് അപ്പുറത്തെ തോട്ടാണ്. പിന്നെ ഈ അടുപ്പിൻ്റെ പുക വന്നതാണ് ആ കാണുന്നത്. ഇപ്പോൾ ഇവിടെയാണ് റമദാൻ മാസത്ത് നിസ്കരിക്കുക പോലെ ഈ കല്ലുമ്മ ഫർസിട്ടിട്ട്. നമുക്കിന്ന് അതിൻ്റെ പള്ളീൻ്റെ ഉൾവിത്ത് വിശേഷം നോക്കാം. നല്ല പഴയതാട്ടോ, ഒരുപാട് വർഷത്തിൻ്റെ പള്ളിയുണ്ട്. നേരെ ഈ പള്ളീൻ്റെ ഉള്ളിൽ കയറും. നല്ല അടിപൊളി, നല്ല നീറ്റിലെ പള്ളി കേട്ടോ. കാണാൻ കാഴ്ച അടിപൊളി കേട്ടോ. ഇതാണ് ഇവിടുത്തെ സൗദിയിലെ പള്ളി. വേറെല്ല പള്ളി നല്ല അടിപൊളി പള്ളി ഉണ്ടാവും, പക്ഷെ ഇത് ഒരുപാട് പഴക്കല്ല പള്ളിയാണ്. പിന്നെ എ സി ഒക്കെ ഇപ്പോൾ വെച്ചാട്ടോ. 2 AC ഉണ്ട് ഇവിടെ. അവിടെ ഒന്ന് ഇവിടെ ഒന്ന്. ഇത് പണി കഴിഞ്ഞതാണത്. പണി കഴിഞ്ഞ് പറഞ്ഞാൽ ആകെ പിന്നെ AC ഇല്ലായിരുന്നു. AC ഉണ്ടായിരുന്നു, ആ ഭാഗമാണ് ഇങ്ങനെ അടച്ചിരിക്കുന്നത്. വേറൊരു AC ഉണ്ടായിരുന്നു, അത് ഊരിയിട്ടാണ് ഈ AC വെച്ചിരിക്കുന്നത്. ഇതൊരുപാട് പഴക്കല്ല പള്ളി ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ആരും വരില്ലായിരുന്നു. പിന്നെ ഒന്നുകൂടി ഇപ്പോൾ ശരിയാക്കിയതാണ് ഈ പള്ളി. ഈ ബൾബൊക്കെ വെച്ചിട്ട് LED ബൾബും പിന്നെ AC ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒന്നും കൂടി സെറ്റാക്കിയതാണ് പോലെ. ചെറിയൊരു പള്ളി. ഇവിടെ ഇപ്പോൾ പുറത്തിൽ ഒരുപാട് വീടുണ്ട്. അപ്പോൾ ഓർക്ക് വന്നിങ്ങനെ നിസ്കരിക്കുകയാണ്. ബാക്കിയുള്ളവർ അതിൻ്റെ അപ്പുറത്ത് പള്ളിയുണ്ട്. പിന്നെ ഓരോ ഏരിയക്കും ഇങ്ങനെ പള്ളിയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ പള്ളീൻ്റെ ഉൾവിശേഷം ഇങ്ങനെ നോക്കാം, ഓരോ കാഴ്ചകൾ. അതിന് തന്നെ ഇവിടെ ഡോറ്. ഈ ഡോറിൽ ഇതെന്തിനു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡോറിപ്പോൾ തുറന്നടച്ചാൽ തുറന്നുകൊണ്ട് വിട്ടാൽ മെല്ലെ പോയിട്ട് അങ്ങനെ അടഞ്ഞോളും. അല്ലാതെ നമ്മളെ നാട്ടിലൊക്കെ പെട്ടെന്ന് വന്ന് അടയില്ലേ, അവിടെ ഉണ്ടല്ലോ അങ്ങനത്തെ ഡോറിൻ്റെ ബാക്കിൽ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ MC ബോക്സ്, പിന്നെ കുറേ സ്വിച്ചുകളൊക്കെ. ഇതിപ്പോൾ ഓരോന്ന് എഴുതിക്കുന്നുണ്ടല്ലേ, എവിടേക്കൊക്കെ സ്വിച്ചുകളുണ്ടോ. യമീനി, SR, വസ്ത്, പിന്നെ മിനാരം. ഈ സ്വിച്ചുകളൊക്കെ ചിലത് ഇപ്പോൾ വെച്ചാണ്, മറ്റൊക്കെ പഴയ സ്വിച്ചുകളാണ്. ഇതൊക്കെ ഒരുപാട് പഴക്കല സ്വിച്ചാണ്, ഇത് കണ്ടറിയാം. പിന്നെ ഇപ്പോൾ പുതിയ സ്വിച്ച് വെച്ചത് ഇതാണ് പുതിയ സ്വിച്ച്. ബാക്കിയൊക്കെ പഴയ സ്വിച്ചുകളാണ്. പിന്നെ പ്ലഗ് ഇത് മാത്രം പുതിയത്. ഇത് പഴയതാണ്, കണ്ടാൽ നമുക്കറിയാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പള്ളീൻ്റെ ഉൾഭാഗം കേട്ടോ. ഒരു ചെറിയൊരു പള്ളിയാണിത്, വലുപ്പമില്ലാത്ത പള്ളിയാണ്. മറ്റേ പള്ളിയൊക്കെ നല്ല അടിപൊളിയാണ്, ഉള്ളും പുറം കണ്ടാൽ. ഇത് ചെറിയൊരു പള്ളി, ഈ ഏരിയക്കാർക്കൊന്ന് നിസ്കരിക്കാൻ. പിന്നെ കസേര 3 ഉണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെള്ളമുണ്ട്, വേണ്ടിയോല് എടുത്ത് കുടിക്കുക. പിന്നെ ഫ്രിഡ്ജ് ഇപ്പോൾ ഓഫാണ്, തണുപ്പാലായതുകൊണ്ട് ഫ്രിഡ്ജ് ഓഫിലാണ്, വെള്ളം മാത്രം ഉണ്ടാവും. പിന്നെ പള്ളി പുകയ്ക്കണ സാധനം കേട്ടോ, അത് ബുഹൂർ പറയും. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നല്ല പുക, നല്ല മണം ഉണ്ടാവും. ബുഹൂർ എന്ന് പറയും. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ നല്ല മണമാണത്. പള്ളീൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു മണം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിത് സ്പീക്കറും, പിന്നെ ഇവിടെ മുസാഫും, പിന്നെ ഇവിടുത്തെ നിസ്കാര സമയങ്ങൾ. ഇപ്പോൾ ഇവിടെ അസറ കഴിഞ്ഞ് ഇനി അടുത്ത മഗ്രിബാണ് 5:48. പിന്നെ ഇശാ 7:18. ഇവിടുത്തെ നിസ്കാര സമയങ്ങളത്. പിന്നെ ഒരു ചെറിയൊരു മൈക്കും, പിന്നെ അതിൻ്റെ വോളിയം കൺട്രോളും. പിന്നെ ആ ബുഹൂർ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ സാധനങ്ങളത്. ഇതൊന്നിട്ട് ഇതിൽ തീ വരും, ഈ കുളിയും ഉണ്ടോ തീ വരുന്നേ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ തീയെ ഇങ്ങനെ കത്തിച്ചിട്ട് ഈ സാധനം ഒന്ന് എടുക്കും പുറത്തേക്ക് എടുത്തിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ.
ഇതായത് ഈ ഒന്ന് കണ്ടോ, ഈ ഒന്ന് എടുക്കും പുറത്തേക്ക്, ഇതിൽ നിന്ന് എടുക്കും കൂടുന്ന്. ഈ ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ അതിൽ വെക്കും. എന്നിട്ട് വെച്ചിട്ട് ഈ സാധനം കൊണ്ട് സ്പ്രേ അടിച്ചു. സ്പ്രേ പറഞ്ഞാൽ തീ അടിച്ചിട്ട് തീ വരുമ്പോൾ പിന്നെ വന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഇത് വരും പുക. ഇതിൽ നിന്ന് ഇതാണ് കരിക്കട്ട. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇത് വരും പുക വന്ന് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ അതിൻ്റെ മേലെ വെക്കുന്നത് ഇത് വെക്കുക. ഈ സാധനം ഇതാണ് നല്ല മണം ഉണ്ടാവുക. പിന്നെ അതിൻ്റെ അടുത്തൊരു ഇത് കണ്ടോ, അതിലും തന്നെയാണ് നല്ല അടിപൊളി മണം കേട്ടോ. നമുക്ക് മൂടിയേക്കാം. ആൾക്കാർ വരുമ്പോഴത്തേനും പള്ളിയിൽ നിന്ന് പോകണം. വലിയ ഒച്ചട്ട ആരും വന്ന് നോക്കും, എന്താ പൊടുത്തോണ്ടായിരുന്നു, കള്ളന്മാരായിരുന്നു. പിന്നെ ഇതാട്ടോ, അത് നല്ല ഇതാട്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇതാണ്. ഇത് സാധാരണ കരിക്കട്ടയാണിത്. അത് വെറുതെ ഒന്ന് ഒരു സെക്കൻഡ് തീ കൊടുത്താൽ മതി, ഫുള്ളുണ്ട് ഇത് വരും. നമ്മൾ വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് സ്പ്രേ ആണ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ, നല്ല കത്തുന്നത്. പിന്നെ ദുൽബാത്ത് മുസാഫകളും പിന്നെ കാലണ്ടറുകളും. ഞാൻ കൊടുത്ത കാലണ്ടർ ഷാബാൻ 8, അടുത്ത മാസം റമദാൻ. അപ്പോൾ ഇത് കാലണ്ടർ ആട്ടോ സൗദീൻ്റെ. പിന്നെ ഈ ഫോട്ടോ കണ്ട് ഇതിൽ പള്ളി കാണില്ലേ, ഇത് ഇവിടെ ഉള്ള പള്ളിയാണ്. ഇപ്പോൾ ഞങ്ങളെ ഈ ഏരിയയിലുള്ള പള്ളികൾ. പിന്നെ ഇത് വന്നിട്ട് ഇവിടെ കേട്ടോ മദീനയാണത്. ബാക്കി ഇതിൽ കാണുന്ന ഫോട്ടോസൊക്കെ ഞങ്ങൾ പോണ ഓരോ റൂട്ടിൻ്റെ അവിടെ ഇല്ല പള്ളികൾ. അതൊക്കെ പള്ളിയും പിന്നെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളാണ്. പിന്നെ ഇതൊരു പള്ളി കേട്ടോ, അത് പഴയ കാലത്തെ പള്ളിയാണ്, മണ്ണുകൊണ്ടില്ല പള്ളി, മസ്ജിദ് കണ്ടോ. പിന്നെ അങ്ങനെ ഇതിൻ്റെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെ ഓരോ പള്ളിയാണ് ഇവിടെ. ഇതിലൊക്കെ ഞാൻ എത്തിയില്ല. ഞാനിപ്പോൾ ഈ പള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഹൈവേൻ്റെ സൈഡിലാണ് ഈ പള്ളി. നല്ല അടിപൊളി കാണാൻ. ഞാൻ ഇവിടുത്തെ അടുത്ത പള്ളി എടുത്ത് ഫോട്ടോ ഇടുന്നുണ്ട്. നല്ല അടിപൊളി കേട്ടോ ഈ പള്ളിയൊക്കെ കാണാൻ. ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് സൗദീൻ്റെ ഒരു ചെറിയ പള്ളീൻ്റെ ഉൾഭാഗത്തെ ഓരോ വിശേഷങ്ങൾ. പിന്നെ ഈ മിന്തിയിൽ എന്തേരുമോ, ഇത് ഞാൻ പറഞ്ഞുതരാം. ടിഷ്യൂ പേപ്പർ നമ്മൾ നാട്ടിൽ ഇത് വന്നിട്ട് എന്ത് ചെയ്യുമ്പോൾ നിസ്കാര സമയയിൽ ഇടയ്ക്ക് തുമ്മി കഴിഞ്ഞാൽ ഇതൊന്നും അങ്ങോട്ട് വലിച്ചെടുക്കും പുറത്തിട്ട്. എന്നിട്ട് തുമ്മി കഴിഞ്ഞാൽ നമ്മൾ മൂക്ക് വൃത്തിയാക്കിയിട്ട് അങ്ങനെ കീസിക്ക് ഇടും. അവരെ ഡ്രസ്സില്ല തോപ്പ് പറയും. അപ്പോൾ ആ കീസിക്കാണ് ഇടുമല്ലേ. ഇതിങ്ങനെ ഓരോന്ന് വലിച്ചെടുത്തിട്ട് ടിഷ്യൂ പേപ്പർ, നമ്മളവിടെ ടിഷ്യൂ പേപ്പർ അറിയില്ല, ടിഷ്യൂ ഇവിടെ മിന്തിലിനെ പറയാം ഇതിന്. നിസ്കാര സമയത്ത് ഇങ്ങനെ മൂക്ക് ശരിയാക്കി വൃത്തിയാക്കാനൊക്കെ തുമ്മിയാലും ഒക്കെ എടുത്തിട്ടാണ് വൃത്തിയാക്കുക. പിന്നെ അടുത്ത് വന്നിട്ട് ഇത് പിന്നെ ഇതാണ് ഹീറ്റർ, തണുപ്പാലത്ത് യൂസ് ചെയ്യുന്ന ഹീറ്റർ. ഇതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ വിടാം അടുത്തൊരു വീഡിയോ ആയിട്ട്.